സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ക്ഷമ പറഞ്ഞതനുസരിച്ച് ക്ഷമയുടെ മോളെയും കാത്ത് മുറ്റത്ത് തന്നെ ഇരിക്കുമായിരിക്കോട്ടോ രാമൻ. കാത്തിരുന്ന് രാമനോട് പതിയെ ഉറക്കം തൂങ്ങുവാണ്. ഈ സമയത്തായിരിക്കും കാറിൻ്റെ ഒച്ച കേൾക്കുന്നത്. അപ്പം തന്നെ രാമൻ അവരെ സ്വീകരിക്കാനായിട്ട് അവിടെ എഴുന്നേറ്റ് നിൽക്കുവാണ്. അന്നേരം ഫിദയുടെ വേഷത്തിൽ ക്ഷമ പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. എന്നിട്ട് ഡോറ് തുറന്ന് രാധികയും പുറത്തേക്ക് ഇറക്കുവാണ്. ഈ സമയം രാധികയെ കാണുന്നതും വിശ്വസിക്കാനാവാതെ അമ്പരപ്പോടെ രാധികയെ നോക്കുവാണ് രാമൻ. എന്നിട്ട് ക്ഷമയോട് പറയണേ, മാഡം പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ദേ അവിടെ ജയന്തി റൂമും എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ജയന്തി ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് ജയന്തിനെ വിളിക്കുവാണ്. ഈ സമയം ജയന്തിയാണെങ്കിൽ അകത്തുനിന്ന് ഓടിപ്പാഞ്ഞ് പുറത്തേക്ക് വരുവാണ്. പുറത്തേക്ക് വരുന്ന ജയന്തിയാണെങ്കിൽ രാധികനെ കണ്ട് അന്തം വിട്ട് നിൽക്കുക. എൻ്റെ ഈശ്വര, ഞാൻ എന്തായി കാണുന്നത്? ഷോ, ഇതാണല്ലേ മാഡം പറഞ്ഞ മോള് രാധിക അല്ലേ? ഞാൻ ദാ കാത്തിരിക്കുമായിരുന്നു. മോള് വരുമ്പോൾ റൂമെല്ലാം വൃത്തിയാക്കി ഇടണമെന്ന് മാഡം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായേ. രാവിലെ ഞാൻ വൃത്തിയാക്കിയതാണ്. പിന്നെ ഉച്ചയായപ്പോൾ പൊടി എന്തെങ്കിലും പറ്റിയോ എന്നറിയാൻ ഒന്നുകൂടി ഒന്ന് പോയി നോക്കി. ഇപ്പോൾ ദാ വീണ്ടും അവിടെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഷോ, എന്നാലും എൻ്റെ രാമേട്ട എന്നും പറഞ്ഞ് പറയാൻ തുടങ്ങുമായിരിക്കും. അന്നേരം രാമൻ പറഞ്ഞേ, മതി നിൻ്റെ വാചകകൃത്യമൊക്കെ, ഇവരിപ്പോൾ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ. ഈ സമയം ക്ഷമ ജയന്തിയോട് പറയണേ, ജയന്തി മോളെ ഇങ്ങോട്ട് റൂമിലേക്ക് ചെല്ല്. റൂമൊക്കെ അവൾക്കൊന്ന് കാണിച്ചു കൊടുക്ക്. മോള് ജയന്തിക്കൊപ്പം ചെല്ല്. റൂമിൽ ചെന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. ഇത്ര നേരം യാത്ര ചെയ്തതല്ലേ. അങ്ങനെ ജയന്തി രാധികയും കൂട്ടി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ക്ഷമ രാമനോട് ചോദിക്കണേ, അല്ല ജയന്തി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയോ? ഏയ്, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും എൻ്റെ മാഡത്തെ പോലെയാണ്. മാഡത്തിൻ്റെ മോളെന്ന് പറഞ്ഞപ്പോൾ ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. മാഡത്തെ കുത്തിവെച്ച പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. ജയന്തിയോടും ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളെ ഞാൻ ശ്രദ്ധിച്ചോളാം. അതോർത്ത് മാഡം വിഷമിക്കേണ്ട. ഈ സമയം ജയന്തിയാണെങ്കിൽ രാധികയും കൂട്ടി റൂമിലെത്തുവാണ്. ദേ ഇതാണ് മോളുടെ റൂം. മോൾക്ക് ഇഷ്ടമായോ? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലേ നീ ജയന്തി ചേച്ചിയോട് പറയണം. ചേച്ചിയെന്നോ മാമിയെന്നോ അമ്മായിന്നോ എന്താന്ന് വെച്ചാൽ മോള് വിളിച്ചോ. ഷോ, എന്നാലും ഈ മുഖം എനിക്കിതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ജയന്തി ഓരോന്ന് വീണ്ടും ഇങ്ങനെ സംസാരിച്ച് നിൽക്കുക. ഈ സമയം പുറത്തു നിന്ന് രാമൻ വിളിക്കുവാണ് കേട്ടോ. അങ്ങനെ ജയന്തി ഇപ്പോൾ വരാമേ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുവാണ്. ഈ സമയം രാമചന്ദ്രൻ ക്ഷമയോടൊപ്പം അകത്തേക്ക് കയറി വരുവാണ് കേട്ടോ. എന്നിട്ട് ജയന്തിയോട് ചോദിക്കണേ, നീ ആ കൊച്ചിൻ്റെ മുമ്പിൽ വെച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. മാഡത്തിൻ്റെ മോള് മാഡത്തിനെ കുത്തിവെച്ച പോലെ തന്നെയുണ്ട്. അതേ മുഖം. ഇങ്ങനൊരു സാമ്യമൊക്കെ ഉണ്ടാകുമോ? അന്നേരം ക്ഷമ പറയുന്നുണ്ട്, ജയന്തി കാര്യങ്ങളൊക്കെ രാമേന്ദ്ര പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഒരിക്കലും ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും ജയന്തിയുടെ നാവിന്ന് വരാൻ പാടില്ല. ഇല്ല മാഡം, ഞാനതൊക്കെ ശ്രദ്ധിച്ചോളാം. അങ്ങനെ ക്ഷമ അകത്തേക്ക് പോകുവാണ്. പിന്നീട് ക്ഷമ ഡ്രസ്സൊക്കെ മാറി ഭഗവാന് മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ, ഭഗവാനെ എൻ്റെ മോൾക്ക് ചുറ്റും ഒരുപാട് ശത്രുക്കളുണ്ട്. ഐശ്വര്യ എന്തൊക്കെ ദ്രോഹം എന്നോടും എൻ്റെ കുടുംബത്തോടും ചെയ്തത് ഇപ്പോൾ എൻ്റെ മോളുടെ പിന്നാലെ നടക്കുന്നതുകൊണ്ടില്ലേ. ദുഷ്ടന്മാരെ നീ പന പോലെ വളർത്തുവാണല്ലോ. ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ മോൾക്കൊപ്പം കുറച്ച് ദിവസം സന്തോഷത്തോടെ ജീവിക്കാനാണ് ഇങ്ങോട്ട് ഞാൻ വന്നിരിക്കുന്നത്. അതിന് നിൻ്റെ അനുഗ്രഹം ഉണ്ടാവണേ. ഐശ്വര്യ ഒരിക്കലും ഒരു ശല്യമായിട്ട് എൻ്റെ മോളുടെ പിന്നാലെ ഇനി വരാൻ പാടില്ല. അവളെ കൊണ്ടുള്ള എല്ലാ ശല്യവും ഇതോടുകൂടി തീർക്കണേ എന്നൊക്കെ പറഞ്ഞ് ക്ഷമ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിൽ സങ്കടത്തോടെ ഇരിക്കുന്ന വരുണിനെയാണ്. ഈ സമയം മുത്തശ്ശി വരുണിൻ്റെ അരികിലേക്ക് എത്തുക. എടാ വരുണെ, നീ ഇന്ന് രാവിലെ തൊട്ട് ഇതുവരെ ഒരു ഭക്ഷണം പോലും കഴിച്ചില്ലല്ലോ. എണീറ്റ് വാ, ഒന്ന് വല്ലതും കഴിക്ക്. വേണ്ട മുത്തശ്ശി, എനിക്ക് വിശപ്പില്ല. എടാ, നീ രാധികയെ കാത്തിരിക്കുമല്ലേ? അവൾക്കൊപ്പം ജീവിക്കാനല്ലേ നീ ഇത്രയും കഷ്ടപ്പാട് സഹിക്കുന്നത്, ഇത്ര ആഗ്രഹിക്കുന്നത്? അങ്ങനെ അവൾക്കൊപ്പം ജീവിക്കണമെങ്കിൽ നീ ജീവനോടിരിക്കണ്ടേ? അതിനാ പറഞ്ഞത് നീ വന്ന് എന്തേലും കഴിക്ക്. വേണ്ട മുത്തശ്ശി, നീ എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നത്? നീ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ശരി, ഞാനും കഴിക്കുന്നില്ല. നമുക്ക് ഒരുമിച്ചങ്ങ് മരിക്കാം. മുത്തശ്ശി എന്തായി പറയുന്നത്? അല്ലാതെ പിന്നെ ഞാനെന്ത് ചെയ്യാനാ? ശരി, ഞാൻ മുത്തശ്ശിയുടെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ വരാം. എൻ്റെ മുത്തശ്ശിയെ അങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുമോ? മുത്തശ്ശി വാ എന്നും പറഞ്ഞ് വരുൺ മുത്തശ്ശിയും കൂട്ടി ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ മുത്തശ്ശി വരുണ് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുവാണ് കേട്ടോ. ഈ സമയത്ത് വരുണാണെങ്കിൽ രാധികയെക്കുറിച്ച് ഓർത്തിങ്ങനെ ആകെ മൂടോട്ടായിരിക്കുവാണ്. എന്നിട്ട് മുത്തശ്ശി വരുണിനോട് പറയണേ, എടാ എനിക്കറിയാടാ, മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും ഈ മുത്തശ്ശി നിന്നെ മനസ്സിലാക്കുന്നുണ്ട്. മുത്തശ്ശിക്ക് ഇനി അധികം ആയുസൊന്നുമില്ല. എനിക്ക് അതിനു മുമ്പ് ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നിന്നെ രാധികനെ ഒന്നിപ്പിച്ച് ചേർക്കണം. എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഒന്നിച്ച് ചേർത്തിരിക്കും. അത് ഈ മുത്തശ്ശി തരുന്ന വാക്കാണ്. ഞാൻ മരിക്കുന്ന സമയത്ത് എൻ്റെ ഇടവും വലവും നീയും രാധികമോളും ഉണ്ടാവണം. നിങ്ങൾ രണ്ടാളുടെയും നടുക്ക് കിടന്ന് വേണം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുവാണ് കേട്ടോ. അത് കേൾക്കുന്നതും വരും മുത്തശ്ശിയെ നിർത്തുവാണ്. മുത്തശ്ശി മതി, ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി എന്നോട് പറയരുത്. മുത്തശ്ശിയെ ഒരു 100 കൊല്ലം കൂടി ഇനിയും ജീവിക്കും. അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് രാമചന്ദ്രനും ജയന്തിയും കൂടി ക്ഷമക്കും രാധികയ്ക്കൊക്കെ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുവാണ് കേട്ടോ. ഈ സമയം രാമചന്ദ്രൻ പറയണേ, എന്നും ഇതേ ഭക്ഷണം തന്നെയാണോ നീ ഉണ്ടാക്കുന്നത്? ഇന്ന് അവരൊക്കെ വന്നതല്ലേ, അവർക്ക് വല്ല വായ്ക്ക് രുചിയായിട്ടും വല്ല ഭക്ഷണം ഉണ്ടാക്കി കൂടായിരുന്നു നിനക്ക്?
മനുഷ്യ ദേ ഓരോന്നൊക്കെ പറഞ്ഞാലേ എനിക്കങ്ങ് ദേഷ്യം വരും കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് എന്താ കുഴപ്പം? നിങ്ങൾ ഇത്രയും നാളും അത് തന്നെയല്ലേ കഴിച്ചത്? അങ്ങനെ പറഞ്ഞ് അവരോരോന്ന് പറഞ്ഞ് വഴക്കിടുവാണ്. ഈ സമയത്തായിരിക്കട്ടോ ശ്യാമ രാധികയും കൂട്ടി അങ്ങോട്ടേക്ക് എത്തുന്നത്. അന്നേരം അവിടെ എത്തുന്ന ശ്യാമ ചോദിക്കണേ, എന്താ എന്തു പറ്റി രണ്ടാളും കൂടി? അന്നേരം രാമേന്ദ്രൻ പറഞ്ഞേ, ഓ അതൊന്നും കാലി വെക്കണ്ട മാഡം, അതൊക്കെ ഇവിടെ പതിവുള്ളതാ. ജയന്തി നീ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്ക്. ഫിദ മാഡം ഇവിടെ ഇരിക്കും. ഈ സമയം രാധിക പറയണേ, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, വിശപ്പൊന്നും തോന്നുന്നില്ല. അയ്യോ അങ്ങനെ പറയല്ലേ മോളെ, മോൾക്ക് വേണ്ടി ഇതെല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, മോള് കഴിക്കും. വേണ്ട എനിക്ക് വിശപ്പില്ലാത്തതുകൊണ്ടാ. അതായത് ക്ഷമ പറയണേ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ദേ മോൾ ഭക്ഷണം കഴിക്കണം. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. ഒരു കുപ്പി ജ്യൂസെങ്കിലും കുടിക്കാൻ പറഞ്ഞതാ, അത് സമ്മതിച്ചില്ല. ഇപ്പോഴും ഭക്ഷണം കഴിക്കാതിരുന്നാലേ അമ്മ അത് സമ്മതിച്ചു തരില്ല. മോള് കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല. ജയന്തിയ ഭക്ഷണം ഇങ്ങെടുത്ത് അങ്ങനെ ഭക്ഷണം പ്ലേറ്റിലാക്കിയിട്ട് ശ്യാമ തന്നെ വാരി കൊടുക്കുക. ഞാൻ തന്നെ വാരിത്തരാം, മോളങ്ങ് കഴിച്ചാൽ മതി. അങ്ങനെ രാധിക ഭക്ഷണം കഴിക്കുവാണ് കേട്ടോ. ഈ സമയം ജയന്തി പറഞ്ഞേ, മോളെ എങ്ങനെയുണ്ട്? മുഖസ്ഥിതി പറയാമെന്ന് വിചാരിക്കരുത്, എൻ്റെ കൈ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ അത് ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടും. മോൾക്കും ഒത്തിരി ഇഷ്ടമായി കാണും അല്ലേ? ഈ സമയം രാധിക ചിരിക്കുവാണ് കേട്ടോ. അന്നേരം രാമേന്ദ്രൻ പറയണേ, അതെ നീ ഇങ്ങ് വന്നേ, അവരോട് സമാധാനമായിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചോട്ടെ. അങ്ങനെ പറഞ്ഞ് ജയന്തി അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുവാണ്. എന്നിട്ട് അവിടെ നിന്നും കുറച്ച് മാറിയിട്ട് അവർ തമ്മിൽ സംസാരിക്കുവാണ്. ഈ സമയം ജയന്തി പറയണേ, ഷോ എന്നാലും ശ്യാമമഠത്തിൻ്റെ ഒരു ഗതികേട്, മുഖം മറിച്ചിട്ടല്ലേ മോളുടെ മുമ്പിലേക്ക് ചെല്ലുന്നത്. ആ കുട്ടിയാണെങ്കിൽ സ്വന്തം അമ്മയെ തന്നെയല്ലേ മാഡം മാഡം എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അന്നേരം രാമൻ പറയണേ, അതിൻ്റെ കാരണം എന്താണെന്നും മാഡം നമ്മളോട് പറഞ്ഞിട്ടുള്ളതല്ലേ. മാഡം ഒത്തിരി നാൾ കാത്തുന്നതാ മോൾക്കൊപ്പമുള്ള ഇങ്ങനെയുള്ള നല്ല നല്ല നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇത്രയും നാളും നമുക്കൊരു കുറവും കൂടാതെ ആവശ്യത്തിനുള്ള പണമെല്ലാം തന്നത് ശ്യാമ മാഡം അല്ലേ. അങ്ങനെയുള്ള മാഡത്തിൻ്റെ ഈ സന്തോഷത്തിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കണം. ഞാൻ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, ഞാൻ ശ്രദ്ധിച്ചോളാം. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശീൻ്റെ മടി കിടക്കുന്ന വരുണിനെയാണ് കേട്ടോ. ഈ സമയം വരുൺ മുത്തശ്ശിയോട് ചോദിക്കണേ, മുത്തശ്ശി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാനേ നാളെ ഒന്ന് രാധികയെ കാണാൻ പോയാലോ? എനിക്ക് അയാളെ കാണാതെ ഒരു സമാധാനമില്ല മുത്തശ്ശി. അന്നേരം മുത്തശ്ശി പറയണേ, എനിക്കറിയാടാ നിൻ്റെ മനസ്സിലുള്ള വിഷമം. എന്താണെങ്കിലും നീ രാധികയെ കാണാൻ പൊക്കോ, അല്ലെങ്കിൽ നിനക്കൊരു സമാധാനം ഉണ്ടാവില്ല. പക്ഷെ പോകുന്നതൊക്കെ കൊള്ളാം, അവിടെയുള്ള ആരും അറിയാൻ പാടില്ല. അതിന് ഒരു വലിയ പ്രശ്നത്തിലേക്ക് എത്തിക്കരുത് നീ. അന്നേരം വരുൺ പറയണേ, ഇല്ല മുത്തശ്ശി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പോട്ടെ, അതാകുമ്പോൾ ആരും കാണില്ലല്ലോ. അന്നേരം മുത്തശ്ശി പറയണേ, അതൊന്നും വേണ്ട, നീ അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ അറിഞ്ഞു കഴിഞ്ഞാലേ ഇവിടുന്ന് ഒരു പട തന്നെ ഇളകി അങ്ങോട്ടേക്ക് വരും. പിന്നെ എല്ലാവരും കൂടി നിങ്ങളെ ക്രൂശിക്കും. വെറുതെ എന്തിനാ ആ പാവത്തിന് കൂടുതൽ സങ്കടത്തിലേക്ക് തള്ളിവിടുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതും. നാളെ രാവിലെ ദേവനാരായണ തിരുമേനി പൂജയ്ക്ക് ക്ഷേത്രത്തിലേക്ക് വെളുപ്പിനെ തന്നെ പോകൂലേ? ദേവനാരായണ തിരുമേനിക്ക് രാവിലെ തന്നെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് രാധിക. അപ്പോൾ ആ സമയത്ത് പോയി കഴിഞ്ഞാൽ അവളെ കാണാൻ പറ്റും, ആരുടെ ശല്യം ഉണ്ടാവില്ല. അത് കൊള്ളാം, എന്നാൽ അപ്പം തന്നെ പോകാം. അങ്ങനെ പറഞ്ഞ് നാളെ രാധികയെ കാണാൻ പോകുന്നതിന് സന്തോഷത്തിലാണ് കേട്ടോ വരുൺ. പിന്നീട് കാണിക്കുന്നത് റൂമിൽ കിടക്കുന്ന രാധികേനെയാണ്. ഈ സമയം ശ്യാമ രാധികയുടെ റൂമിലേക്ക് വരുവാണ്. ശ്യാമയെ കാണുന്നതും രാധിക എണീക്കുക. എന്തുപറ്റി മോൾ കുറക്കാൻ വരുന്നില്ലേ? ഒന്നുമില്ല ഫിദ മാഡം. മോള് വെള്ളമൊന്നും പറയണ്ട, മോളുടെ മനസ്സിൽ നിന്ന് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മാറ്റി മോളെ പഴയ രാധിക മോളാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുവന്നത്. എന്താണെങ്കിലും മോളുടെ കൂടെ ഇനി ഞാനും കിടക്കുന്നുണ്ട്. അയ്യോ അതൊന്നും വേണ്ട മാഡം, എനിക്കൊരു കുഴപ്പമില്ല. മോൾ എന്ത് പറഞ്ഞാലും ശരി, ഇന്ന് മോളെ ഈ അമ്മയുടെ കൂടെ കിടന്നാൽ മതി. അതെ അമ്മയുടെ ആഗ്രഹം. നല്ലപോലെ ഉറക്കം വരാൻ അമ്മയുടെ വലിയൊരു സൂത്രമുണ്ട്. അങ്ങനെ പറഞ്ഞ് ഫോണിൽ ശ്യാമപാടി ഒരു പാട്ട് വെക്കുക. ഇത് എൻ്റെ ശ്യാമപാടിയ പാട്ടാണ്. ഒരമ്മക്ക് മകളോടുള്ള എല്ലാ സ്നേഹവും ഈ പാട്ടിലുണ്ട്. ആ പാട്ട് കേൾക്കുമ്പോൾ രാധികയ്ക്ക് ഒത്തിരി സന്തോഷമാകുക. രാധിക പറയണേ, സത്യം പറയാലോ ശ്യാമ മാഡത്തിൻ്റെ ഓരോ പാട്ടും ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ അടുത്തുള്ള പോലെ തോന്നുക, എന്തോ ഒരു പ്രത്യേകത തോന്നുക. അങ്ങനെ അത് കേട്ട് ആ പാട്ടിൽ ലയിച്ചിരിക്കുവാണ്ട് രാധിക. എന്നിട്ട് രാധിക സന്തോഷത്തോടെ ഫിദയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുവാണ്. ഈ സമയം ശ്യാമയും മുറുകെ രാധിക ഇങ്ങനെ ചേർത്ത് പിടിക്കുവാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്